Hello children, in today's session we are going to revise the topic money. We know we use money to buy things we want. Coins and banknotes have their values written on them. So money coins ആയിട്ടും banknotes ആയിട്ടുമാണ് available. അതിൻ്റെ വാല്യൂ എത്രയാണ് എന്നുള്ളത് ആ കോയിനിൽ തന്നെ എഴുതിയിട്ടുണ്ട്. Currency used in India is rupee and its symbol is, this is how you write rupee. Then smaller units of money, അത് പൈസയാണ്. ഇപ്പോൾ ഇന്ത്യയിൽ സർക്കുലേഷനിലുള്ളത് 50 പൈസ കോയിൻ മാത്രമേ ഉള്ളൂ. Currency used in US is dollar and its symbol is, this is how you write dollar. ഇപ്പോൾ ഇന്ത്യയിൽ ചെറിയ എമൗണ്ട് ഓഫ് മണിക്ക് നമ്മൾ പൈസയാണ് എന്ന് പറയുന്നത്, പൈസയാണ് പറയണത് എന്ന് പറഞ്ഞു. Similarly, in US, smaller values of money is expressed in cents. അവിടെ ഡോളേഴ്സും സെൻസും ആണ്. ഇന്ത്യയിൽ റുപ്പിയും പൈസയാണ്. 1 rupee is equal to 100 പൈസ. 100 പൈസയാണ് 1 rupee. Similarly, 100 cents is equal to $1. അപ്പോൾ 100 cents ആണ് $1. Now, these are the different Indian coins and notes. ഇത് 1 rupee കോയിൻ ആണ്, ഇത് 1 rupee നോട്ടാണ്. ഇതിന് രണ്ടിനും സെയിം വാല്യൂ ആണ്. ഇത് 2 rupee നോട്ടാണ്. ഇതുപോലെ നിങ്ങൾ 2 rupee കോയിൻ കണ്ടിട്ടുണ്ടോ അല്ലേ? ദെൻ യു മൈറ്റ് ഹവ് സീൻ 5 rupee കോയിൻ, 10 rupee കോയിൻ ആസ് വെൽ. 5 rupeeയുടെയും 10 rupeeയുടെയും കോയിൻസ് ഉണ്ട്. Those pictures have not included here, but you might have seen 2 rupee, 5 rupee as well as 10 rupee coins. So 2 rupee നോട്ടിനും 2 rupee കോയിനും സെയിം വാല്യൂ ആണ്. Similarly, 5 rupee note and 5 rupee coin have the same value. 10 rupee coin and 10 rupee note have the same value. ഇനി പിന്നെയുള്ളത് 20 rupees, 50 rupees, 100 rupees, 500 rupees and 2000 rupee notes are. So these are the different bank notes and coins. Indian currency different coins and notes ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. So whenever you go out to buy something from India, we use these notes and coins for buying things. Now ഇത് US bank notes-ൻ്റെയും coins-ൻ്റെയാണ്. ഇത് coin 1 penny, smaller value cents ആണ് എന്ന് പറഞ്ഞു അല്ലേ. 1 penny is equal to 1 cent, 1 nickel is equal to 5 cents, 1 dime is equal to 10 cents, quarter dollar is 25 cents, half dollar is 50 cents and $1 100 cents. ഇത് സ്മോളർ വാല്യൂസ് ഓഫ് മണിയാണ്. ഇനി ബാങ്ക് നോട്ട്സ്, യു എസിലുള്ള ബാങ്ക് നോട്ട്സ് അവൈലബിളിൻ്റെ വാല്യൂ എന്തൊക്കെയായിരുന്നു? $1, $1, then $2, $5, $10, $20, $50 and $100. ഇതാണ് US ബാങ്ക് നോട്ട്സ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇത് സ്മോളർ വാല്യൂസ് ഓഫ് മണിയാണ്, ഇത് കോയിൻസ് ആണ്, ഇത് ബിഗ്ഗർ വാല്യൂ $1, $2 ഒക്കെ ബിഗ്ഗർ വാല്യൂ ഓഫ് മണിയാണ് ആൻഡ് ദേ ആർ അവൈലബിൾ ആസ് ബാങ്ക് നോട്ട്സ്. ഇത് US കറൻസിയാണ്, അതായത് ഇന്ത്യയിൽ നമ്മൾ റുപ്പിയും പൈസയും പറയുന്ന പോലെ ഇതിന് ഈക്വലൻ്റ് ആയിട്ട് US-ലുള്ളതാണ് US ബാങ്ക് നോട്ട്സ് ആൻഡ് കോയിൻസ്. സോ ടു ഫൈൻഡ് ദ ടോട്ടൽ മണി, ഇപ്പോൾ ബാങ്ക് നോട്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ബാങ്ക് നോട്ട്സ് എല്ലാം കൂടി ആഡ് ചെയ്യുക, ബാങ്ക് കോയിൻസ് എല്ലാം കൂടി ആഡ് ചെയ്യുക ടു ഫൈൻഡ് ദ ടോട്ടൽ മണി. സോ റുപ്പി ആൻഡ് പൈസയെ പറയാം. അപ്പോൾ 100 റുപ്പിയും 20 റുപ്പിയും 10 റുപ്പിയും ഉണ്ട് എന്ന് വിചാരിക്കുക. 100 rupees, 10 rupees and 20 rupees. Together how much money is this? ഇതിനെ നമുക്ക് പ്ലേസ് വാല്യൂ ചാർട്ടിൽ എഴുതാം. 1, 10, 100 അല്ലേ. സോ 100നെ 100, 0 10s and 0 1s, 20. How do you write 2 10s and 0 1s?
So ആദ്യം ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം. 0 plus 0 is 0. 0 plus 2 is 2. 1 plus 0 is 1. So 120 plus 10 more. പ്ലേസ് വാല്യൂ എഴുതണത് എവിടെയാണ് നല്ലതുപോലെ ശ്രദ്ധിക്കണം. ടെൻസിലും വൺസിലും. 0 plus 0 is 0. 2 plus 1 is 3. 1 plus 0 is 1. So together this is 130 rupees. Together this is 130 rupees. Ini I have a 50 rupee note and ഒരു 50 rupee നോട്ട് ഉണ്ട്. 3 20 rupee നോട്ട്സും ഉണ്ട് എന്ന് വിചാരിക്കുക. So how much is this together? ഒരു 50 rupee നോട്ട് ഉണ്ട്. 3 20 rupee നോട്ട്സും ഉണ്ട്. So 50 plus 20 is 70. 70 plus 20 is 90. 90 plus 20 is 110. So together this is 110 rupees. ഇതെല്ലാം കൂടി ആഡ് ചെയ്യാം. ആദ്യം 50 plus 20 ചെയ്തു. 50 plus 20 is 70. Now afterwards 70 plus 20 90. 90 plus 20 110. So this is how we add the total money. You get 110 rupees. So this is how we add money. ഇതേപോലെ തന്നെയാണ് US കറൻസീസ് ആഡ് ചെയ്യുന്നത്. ഇനി അവിടെ കോയിൻസും കൂടി വരും. ഇവിടെ ഞാൻ കോയിൻ കാണിക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ only 50 paise coin is in circulation. So 250 paise will make 1 rupee. So now coming to US dollars, $50 $20 ഉണ്ട് എന്നുണ്ടെങ്കിൽ together this will give you 50 plus 20 എത്രയാണ് 70 ആണ്. So this is $70. അപ്പോൾ ആദ്യം ഡോളേഴ്സ് ഒക്കെ കൂടെ ആഡ് ചെയ്യുക, then സെൻസ് ഒക്കെ കൂടെ ആഡ് ചെയ്യുക. So if I have $5, $1, $2 and 1 dime with me and 1 dime with me. Dime coin ആണ് അല്ലേ? ഇതെല്ലാം നോട്ട്സ് ആണ്, ഡൈം മാത്രം കോയിൻ ആണ്. സോ ആദ്യം നോട്ട്സ് എല്ലാം കൂടി ആഡ് ചെയ്യാം. സോ 5 plus 1 6, 6 plus 2 7. So this is $7 and 1 dime. 1 dime എത്രയാണ് 10 cents ആണ്. So this is $7 and 10 cents. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ എഴുതാം? US dollar ആദ്യം ഡോളർ എഴുതണം 7 and then we write cents 10 cents. അപ്പോൾ ഇനി 2 സെൻസും ഒരു ബാങ്ക് നോട്ട് വേണമെന്നുണ്ടെങ്കിൽ ആദ്യം 2 കോയിൻസും ആഡ് ചെയ്യാം. ബട്ട് വെൻ യു റൈറ്റ് first we write dollars and then cents. So I hope how to find total money is clear to all of you. Please watch the video, children. In case if you have any doubts, please do post it in the stream. That's all for today. Thank you and take care.